കാഴ്ചയിൽ ഇത് കാട് മൂടിയ വയലായി തോന്നുമെങ്കിലും വയലല്ല, കുളമാണ്. അധികൃതരുടെ അനാസ്ഥയിൽ ചതുപ്പായി മാറിയ തിരുവനന്തപുരം പാറശാലയിലെ പൊന്നംകുളം. ഇവിടെ അല്പം ശ്രദ്ധ പാളിയാൽ വാഹനം കുളത്തിനകത്തേക്ക് പതിക്കും. ഏതു വേനൽക്കാലത്തും തെളിനീർ ലഭ്യമായിരുന്ന പൊന്നംകുളവും കുളത്തിന് മുൻപിലെ തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയും നിരന്തരം അപകടങ്ങൾക്ക് സാക്ഷിയാവുകയാണ്. കുളത്തിൻ്റെ സൈഡിലുള്ള ഒരു കാട് പിടിച്ചിരിക്കുന്ന പ്രദേശവും ഈ ഡിവൈഡറിൽ ഒരു റിഫ്ലക്ടറോ മറ്റ് ചിഹ്നങ്ങളോ വെച്ചിട്ടില്ല. സൈൻ ബോർഡോ ഒന്നും വയ്ക്കാത്തത് കാരണം പല സ്റ്റേറ്റിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെ ഇടിച്ച് നിരന്തരം ഡെയിലി അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുക. റോഡിനോട് ചേർന്നുള്ള കുളത്തിന് സുരക്ഷാ വേലിയോ മതിലോ ഇല്ലാത്തത് അപകട ഭീഷണി ഉയർത്തുകയാണ്. അപകടത്തിൽ ആളോ വാഹനമോ കുളത്തിൽ വീണാൽ കണ്ടെത്താൻ പോലും കഴിയാത്ത അത്ര ആഴമുള്ള ചതുപ്പാണ് പൊന്നംകുളത്തേത്. 10-25-30 അടി താഴ്ച കിടക്കുന്നത്. ഏതെങ്കിലും ഒരു ബസ് അറിയാതെ എന്തെങ്കിലും സൈഡ് കൊടുത്താൽ നേരെ ആ കുളത്തിനകത്താണ് മറിയുന്നത്. ഒരു വലിയ അപകടം തന്നെ ഉണ്ടാകും. അപകടങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാകാറുണ്ട്. അപകട വളവിന് മുന്നറിയിപ്പ് ബോർഡുകളുമില്ല. കാട് കയറിയതോടെ വളവിനപ്പുറമുള്ള റോഡ് വാഹനയാത്രികർ കാണാറുമില്ല. അശാസ്ത്രീയമായ ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ രണ്ട് സൈഡിലും ഇതുണ്ടായിരുന്നു, അതെല്ലാം പോയി. ഇപ്പോൾ എന്ന് രാത്രിയാവുമ്പോൾ എന്നും വണ്ടി ആക്സിഡൻ്റാണ്. ഇതിനിടയ്ക്ക് ഒരു ലോറി ഇടിച്ച് കയറി, ഒരു കാർ ഇടിച്ച് കയറി. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ പാറശാല പഞ്ചായത്ത് കുളം നന്നാക്കാൻ ഫണ്ട് കണ്ടെത്താൻ തയ്യാറായെങ്കിലും ആ തുക കൊണ്ട് കുളത്തിലെ ചോർച്ച അടയ്ക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്ന സ്ഥിതിയാണ്. കുളവും പരിസര പ്രദേശവും ശുചീകരിക്കുകയും റോഡിനോട് ചേർന്ന് കുളത്തിന് സുരക്ഷാവേലി സ്ഥാപിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരു കാലത്ത് പാറശാലയിലെ പ്രധാന ജലസ്രോതസ്സായിരുന്നു എനിക്ക് പിന്നിൽ കാണുന്ന പൊന്നംകുളം. ഇന്ന് ആ പൊന്നംകുളം പാഴ്ക്കുളമായി മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയ പഴിചാരകളും പ്രത്യാരോപണങ്ങളും മാത്രം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കെ ഇത് അപകടങ്ങളുടെ പ്രധാന കേന്ദ്രമായി തുടരുകയുമാണ്. ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.